അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെ പട്ടിണിയുടെ നോവും വേദനയും തീവ്രതയുമെല്ലാം മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ. എന്തിനു വേണ്ടിയായിരുന്നു നമ്മളത് മനസ്സിലാക്കിയത്? നോമ്പിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾക്ക് മുമ്പിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു നോമ്പ് തുറക്കാൻ സമയം വിഭവസമൃദ്ധമായൊരു ഭക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മളെ മനസ്സിലാക്കിയവരും അനുഭവിച്ചവരും ഒക്കെ തന്നെയാണ്. പക്ഷേ ആ വേദന അറിഞ്ഞ കൂട്ടത്തിൽ ആ വേദനിക്കുന്നവൻ്റെ വേദനക്കൊരു പരിഹാരമാകാൻ നമ്മളെ കൊണ്ട് ഇക്കാലം അത്രയും സാധ്യമായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. 29 അല്ലെങ്കിൽ 30 ദിവസം വ്രതമനുഷ്ഠിച്ച നമ്മൾ ആ വ്രതത്തിലൂടെ നേടിയെടുത്ത ഒരു ചൈതന്യത്തിൻ്റെ കാരണത്താൽ ഏതെങ്കിലും ഒരു പട്ടിണിക്കാരൻ്റെ പട്ടിണി മാറ്റാൻ ഇക്കാലം അത്രയും നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ? റസൂലുള്ളാഹിയോട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നാമതായിട്ട് കൊടുക്കുന്ന ഒരു മറുപടി തുതഇമുത്തൊആം, അത് ഭക്ഷണം കൊടുക്കലാണ് എന്നാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കൽ. നാളെ നരകത്തിൽ കത്തിയെരിയുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ തമ്മിൽ പറയുന്ന വർത്തമാനം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവർ പരസ്പരം ചോദിക്കും അത്രേ, മാ സലകകും ഫീ സഖർ, നിങ്ങൾ എന്താണ് ഈ സഖറിൽ എത്തിച്ചേരാൻ കാരണം? ഒന്നാമതായിട്ട് അവർ കൊടുക്കുന്ന മറുപടി ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളല്ലായിരുന്നു. രണ്ടാമതായിട്ട് കൊടുക്കുന്ന മറുപടി എന്താ? വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവൻ്റെ ഭക്ഷണങ്ങൾ കൊടുത്തിട്ടില്ല, അഗതിയെ ആദരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പൊതുരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല, വിഷമിക്കുന്നവൻ്റെ വിഷമങ്ങളെ കണ്ടറിയാൻ കൂട്ടാക്കിയിട്ടില്ല, സങ്കടപ്പെട്ടിരിക്കുന്നവൻ്റെ കൂടെ ഇരുന്ന് സന്തോഷം പകരാൻ, അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരെ തുടച്ചു കൊടുക്കാൻ ഞങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടേയില്ല എന്നല്ലേ? പ്രിയപ്പെട്ടവരെ, ആ വേദന നമ്മൾ നിശബ്ദമായിട്ടൊന്ന് കാതോർത്താൽ നമ്മുടെ അയൽപ്പക്കങ്ങളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ വഴിമധ്യകളിലുമെല്ലാം ഇത്തരത്തിലുള്ള അനേകായിരങ്ങൾ നമ്മൾക്ക് കാണുവാൻ പറ്റും. ഒരാളുടെയെങ്കിലും വിശപ്പടക്കാൻ ഈ റമളാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടില്ല എങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ തോറ്റുപോകുന്നില്ലേ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് നമ്മൾ പതിറ്റാണ്ടുകളായി കേൾക്കുന്നവരും നമ്മുടെ നാവിലൂടെ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മളിങ്ങനെ വിളംബരം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെവിടെയാണ് പാലിക്കപ്പെടുന്നതെന്നും നമ്മൾ ആ ശീലങ്ങളെ എവിടെയാണ് കൊണ്ടു നടക്കുന്നതെന്നും ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഇബ്നു മർവാൻ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മിസ്കീൻ ഉണ്ടാവും, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിരുന്നു എന്നാണ്. നമ്മളൊക്കെ വിഭവസമൃദ്ധമായി വലിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കി വരുന്ന ചോറെങ്കിലും അതെങ്കിലും ഒന്ന് പൊതിയാൻ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 30 രൂപൻ്റെ പൊതിച്ചോറെങ്കിലും കയ്യിൽ കരുതി പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ പോലും ഈ റമളാൻ നമ്മളെ പ്രാപ്തമാക്കിയിട്ടില്ല എങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ പരാജിതരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ആ വിഷയത്തെ നോക്കിക്കാണുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണതെന്ന് മനസ്സിലാക്കി ആ നിർവൃതിയോടുകൂടി ഒരാളുടെയെങ്കിലും വിശപ്പിൻ്റെ പരിഹാരമാകാൻ, അയാളുടെ വിശപ്പിൻ്റെ കാളിന് ശമനമാകാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട് നിർവൃതിയോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.